What I like and dislike in Germany. ഫസ്റ്റ് തന്നെ ലൈക്സ് പറയാം. സോ ആസ് എ സ്റ്റുഡൻറ്റ് ഐ ലൈക്ക് ദ എഡ്യൂക്കേഷൻ ഹിയർ ഇൻ ജർമ്മനി. ലൈക്ക് നമ്മൾ പഠിക്കുന്ന സംഭവം എങ്ങനെ നമുക്ക് വർക്കിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു സംഭവം ഇവർ പറഞ്ഞു തരുന്നുണ്ട്. സോ എഡ്യൂക്കേഷൻ ഐ ലൈക്ക് ദ മോസ്റ്റ്. സെക്കൻഡ് തിങ് ഈസ് റൂഹേ സൈലൻറ്റ് അവേഴ്സ്. കാരണം എനിക്ക് രാത്രി ഉറങ്ങാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പകലാണെങ്കിൽ എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ല. സോ എൻ്റെ ഇതിൽ പകൽ ഉറങ്ങാൻ പറ്റുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. സോ സൈലൻറ്റ് അവേഴ്സിൽ നമുക്ക് നോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഉണ്ടാക്കിയാൽ നമുക്ക് പോലീസിനെ കംപ്ലൈൻറ്റ് ചെയ്യാം. സോ ദാറ്റ് ഐ ലൈക്ക്. ആൻഡ് ദ തേർഡ് തിങ് ഈസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വർക്കിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വഴി കൂടി നടക്കുമ്പോഴും ചില ആൾക്കാർ നമ്മളെ നോക്കിയിട്ട് ഹലോ മോർഗൻ അങ്ങനെയൊക്കെ വിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിഷ് ഗിവ്സ് എ പോസിറ്റീവ് എനർജി ടു മീ. ലൈക്ക് ഇപ്പോൾ ഞാൻ വർക്കിലൊക്കെ പോകുമ്പോൾ എൻ്റെ പ്രൊഫസറും പിന്നെ ആ ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്നെ നോക്കിയിട്ട് ഹലോ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹലോ പറയുന്നത് വെറുതെ അല്ല, ചിരിച്ചുകൊണ്ടാണ്. സോ ആ ഒരു സ്മൈലും കൂടി ചേരുമ്പോൾ നമ്മളിപ്പോൾ ഡള്ളാണ് എന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് ആ ഒരു ഡേയിൽ നല്ലൊരു പോസിറ്റീവ് എനർജി അത് തരുന്നുണ്ട്. പിന്നെ ഡിസ്ലൈക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ വിൻ്റർ ആണ്, അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത് ഇവിടെ ലൈറ്റ് ഇല്ലാത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4:30 ആകുമ്പോഴേക്കും ഇവരുടെ ഇരുട്ടാവും. അത് ഓക്കെ, നാച്ചുറലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വെള്ള ലൈറ്റ് ഇട്ടുകൂടെ, വൈറ്റ് ലൈറ്റ്സ് ഇട്ടുകൂടെ. സോ സ്ട്രീറ്റ്സിൽ എല്ലായിടത്തും ഈ മഞ്ഞ ലൈറ്റും ആണ്, ഇരുണ്ട് കിടക്കുന്നു. ചിലയിടത്താണെങ്കിൽ പ്രോപ്പറായിട്ട് ലൈറ്റ്സും കാര്യങ്ങളും ഇല്ല. സോ എനിക്ക് ഈ ഡാർക്ക്നെസ് അത്ര ഇഷ്ടമല്ല. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, മെഡിക്കൽ എമർജൻസി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് വലിയൊരു എമൗണ്ട് എപ്പോഴും ഇൻഷുറൻസിന് വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ അസുഖം സീരിയസ് ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കാണാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഹൗസ് ആർട്സിനെയൊക്കെ പെട്ടെന്ന് പോയിട്ട് കാണാൻ പറ്റും. പക്ഷേ നമുക്കൊരു സ്പെഷ്യലിസ്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ഹൗസ് ആർട്സ് തന്നെ പറഞ്ഞതാണ്, 5-6 മാസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫൈനലി അനാവശ്യമായിട്ടുള്ള ടാക്സ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബെനിഫിറ്റും ഉണ്ട്. അത് ഓക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ടാക്സ് തന്നെയാണ്. സോ ഒരു എമൗണ്ട് ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ റേഡിയോ ടാക്സ്, നമ്മൾ ഉപയോഗിക്കാത്ത സാധനത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ ടാക്സ് നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുന്ന കാര്യം അതെനിക്ക് അത്ര ഇഷ്ടമല്ല. സോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും കമൻറ്റ് ബിലോ. സോ എല്ലാവർക്കും ബൈ.